ഫെബ്രുവരി 9-നായിരുന്നു രജീഷിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം. വയലിൽ പച്ചക്കറി കൃഷിക്കായുള്ള ശുചീകരണ പ്രവൃത്തി നടക്കുന്ന സമയം. കൃഷിക്കാവശ്യമുള്ള വെള്ളം ശേഖരിക്കുന്നതിനായി വയലിനോട് ചേർന്നുണ്ടായ ചെറിയ കുളം കൂടി രജീഷ് വൃത്തിയാക്കി. അതിനിടെയാണ് കടു എന്ന മീൻ രജീഷിന്റെ വലത് കൈപ്പത്തിയിൽ കുത്തിയത്. പിന്നീട് സംഭവിച്ചത് രജീഷ് തന്നെ പറയും. ആദ്യം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചില്ല. സാധാരണ മീനെ പിടിക്കുന്നുണ്ട്, മീനിൻ്റെ ചെറിയ ചെറിയ കുത്തെല്ലാം കിട്ടലുണ്ട്. പക്ഷെ ഇങ്ങനെ സംഭവമാകുന്നത് ആദ്യമായിട്ടാണ്. ഇല്ല, കഴിഞ്ഞ കൊല്ലം നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, അന്നേരം ഇങ്ങനെയൊന്നും ആയിട്ടൊന്നുമില്ല. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബാക്ടീരിയയുടെ പേരെന്നെ അറിയപ്പെടുന്നത്. ചെറിയൊരു കടു കുത്തിയതാണ്. പച്ചക്കറി കൃഷിക്ക് വേണ്ടി നമ്മൾ സ്ഥലം എടുത്തിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊല്ലത്തിലെടുക്കുന്നതുകൊണ്ട് അതേപോലെ എടുത്ത്. അപ്പോൾ ഈ പ്രശ്നം വേനൽക്കാലമായതുകൊണ്ട് വെള്ളം പറ്റി തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം വൃത്തിയാക്കിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്യും. അപ്പോൾ അതിൽ ചെറിയൊരു കുണ്ടുണ്ടായിരുന്നു. ആ കുണ്ടിൽ നമ്മൾ മീനല്ല വലിയ വേസ്റ്റും കാര്യങ്ങളും പുറത്തിട്ട് അന്നേരം കോരുന്നേരം മീനെ കിട്ടി, കാഴ്ചയിലും കാര്യങ്ങളിലും. അങ്ങനെ അതിനെല്ലാം പിടിച്ച് അങ്ങനെ എടുക്കുമ്പോഴാണ് അത് ചെറിയൊരു കടു എന്ന് വെച്ചാൽ നമ്മളെ മുഷുവിൻ്റെ ചെറിയൊരു ടൈപ്പ് സാധനം കടു എന്ന് നമ്മൾ പറയുന്നത്. അത് കൈക്ക് കുത്തി. അന്നേരം ഒരു കടച്ചലും കുറച്ച് ബ്ലഡും പോയിന്. പിന്നെ പൈപ്പ് വെള്ളത്തെല്ലാം കൊണ്ടുപോയിട്ട് കഴുകി വൃത്തിയാക്കിയ സമയത്ത് പിന്നെ കടച്ചലൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം പുലർച്ചയാകുമ്പോഴാണ് ശരിക്കും കടച്ചൽ തുടങ്ങി. ഫസ്റ്റ് ഒരു ഛർദി പോലെ വന്നു, ലോക്കാനും ഛർദിയും കാര്യങ്ങളാക്കിയിട്ട് വന്ന്. പിന്നെ നോക്കുമ്പോൾ കൈ മടക്കിക്കൂടാ, കൈ നല്ലൊരു എന്ന് പറയേണ്ട മരം പോലെ ആയി തീരുന്നു. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ കാറ്റിലും കൊള്ളുമ്പോൾ ഒരു കുളിര് പോലെ വന്നിട്ട് ഇതാകുക. അവർ പറയുന്നത് വെച്ചാൽ ടി അടിക്കാൻ പോയി. അപ്പം പറഞ്ഞാൽ 48 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കടച്ചെല്ലാം മാറിക്കിട്ടും നിങ്ങൾക്ക്, അല്ലാണ്ട് നിങ്ങൾക്ക് മാറിക്കിട്ടില്ല. അത് സാധാരണ കടലിൽ പോയാലെല്ലാം മീൻ കടിക്കലുണ്ട്. ഓറിലിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർക്ക് ഇതേ അനുഭവം തന്നെയാണ്. പക്ഷേ ഓർക്ക് ഉപ്പുവെള്ളത്തിലായതുകൊണ്ട് 48 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം നിർവീര്യമായി പോകുമ്പോൾ, നമുക്കിത് 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇത് കൂടി വരികയല്ലാണ്ട് ഒന്നും ആകുന്നില്ല. ആർന്ന് ടി ആൻറ്റിബയോട്ടിക് അടിച്ചു കോടിയേരി സ്ഥലത്തുനിന്ന്. അന്ന് രാത്രി ആകുമ്പോൾ പിന്നെയും വേദന കൂടിയിട്ട് നേരെ പഴൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ച്. അവിടുന്ന് വേദന ഇഞ്ചക്ഷൻ അടിച്ചെന്ന് എന്ന് പറഞ്ഞ് വേദന കുറവുണ്ടാവും, നാളെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കോ, ഇന്ന് ചികിത്സിക്കേണ്ട സൗകര്യം കുറവ്, രാത്രി ആയതുകൊണ്ട് കിടത്തി ചികിത്സിക്കാൻ സൗകര്യം കുറവ്, രാവിലെ വന്നിട്ട് നിങ്ങൾ അഡ്മിറ്റായിട്ട് ചെയ്തവർ. അങ്ങനെ പിറ്റേ ദിവസം നേരെ പോയിട്ട് മായിൽ അഡ്മിറ്റായിട്ട് മായിൽ നിന്ന് ഡോക്ടർ കൈ കണ്ടായിരുന്നു തന്നെ. അവർ പറഞ്ഞു വെച്ചാൽ ഇതെന്തായാലും കീറണം. കാരണം വെച്ചാൽ കൈ ബീങ്ങുന്നതനുസരിച്ചിട്ട് തീപ്പൊള്ളിയ പോലെ പൊക്കിളകൾ ആടിയിടാൻ പൊന്താൻ തുടങ്ങി. പിന്നെ കൈ ബീങ്ങുമ്പോൾ ഈ പൊക്കിള എല്ലാം ജോയിൻ്റ് ആയിട്ട് നമ്മൾ ബലൂണിലെല്ലാം വെള്ളം നിറച്ചാൽ ഒഴുകി കളിക്കൂലേ, അതേപോലെ ഇങ്ങനെ ഒഴുകി കളിക്കുക മൊത്തത്തിൽ. എന്നാലും ഇത് കണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും കീറണം എന്ന് പറഞ്ഞു. അങ്ങനെ ആടുന്ന് ഫസ്റ്റായിട്ട് കീറി ഡ്രസ്സ് ചെയ്ത് വെച്ച് അഡ്മിറ്റാക്കി. എന്നാലും പറഞ്ഞ് രാത്രി വന്ന ഡ്യൂട്ടി ഡോക്ടറെ പറഞ്ഞ് ഇത് കുറച്ച് സീരിയസാണ്, നിങ്ങൾ നേരെ കോഴിക്കോട് പോട്. കാരണം വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചികിത്സിക്കാൻ സൗകര്യങ്ങളുടെ കുറവാണ്, പരിമിതിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വേറെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ബേബിയിലേക്ക് പോയി. അവിടുന്ന് ഡോക്ടർ കണ്ടായിരുന്നു തന്നെ പറഞ്ഞ് 2 പേരിൽ എന്തായാലും പോയിന്. ആ കൈയെല്ലാം കരിനീല കളറായിന്, രക്തോട്ടം നിലച്ചിട്ട്. ആദ്യം വെച്ച് വേറെന്താ വിഷാംശം കയറിയതാണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എല്ലാം ചെക്ക് ചെയ്തൊക്കെ വിഷത്തിൻ്റെ ഇതൊന്നുമില്ല, ഇതൊരു ബാക്ടീരിയൻ്റെ പ്രശ്നമാണിത്. കൃഷിയും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് സ്റ്റോപ്പായിട്ടല്ലേ. ഇപ്പം നമ്മൾ നോക്കുന്ന പോലെ വീട്ടുകാർക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കഴിച്ച് ദൂരം പോയെല്ലാം കൊണ്ടുപോയിട്ട് മേച്ചിട്ടും കാര്യങ്ങളിലാണ് പശുവിനെ കൊണ്ടുവരുന്നത്. അപ്പം വീട്ടുകാർക്ക് ഒരു പരിധിനപ്പുറം ഒന്നും പോകില്ല. പ്രായമായി, അച്ഛനെല്ലാം പ്രായമായി, ഉറക്കൊന്നും ഒരു പരിധിനപ്പുറം പശുവിനെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ പിന്നെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് ദൂരം പോയി ആയാലും കൊണ്ടുപോയിട്ട് മേച്ചിട്ടെല്ലാം കൊണ്ടുവരും. വേറെ ഇല്ല, വലത് കൈ ആയതുകൊണ്ട് ഇനി അടുത്തെന്തെങ്കിലും നിന്നാൽ ചെയ്യാൻ പറ്റുമോ നോക്കണം ഇനി. കാരണം ഇത് ഉണങ്ങി കിട്ടുക എന്തായാലും 2-3 മാസം കൃത്യമായിട്ട് പിടിക്കും. അത് ഉണങ്ങി കഴിഞ്ഞാലും ഒരു 4 മാസം എന്തായാലും ഇനിയും പിടിക്കും. അത് അടുത്തെന്തെങ്കിലും നോക്കേണ്ടി കഴിയുമ്പോൾ എന്തോ നോക്കേണ്ടിക്കല്ല, അതിന് ഇറച്ചിയെല്ലാം വന്ന് സെറ്റായിട്ട് വരണ്ടിക്കല്ലോ 4 മാസം എന്തായാലും പിടിക്കും. ഗ്യാസ് ഗാൻഗ്രീൻ എന്ന രോഗാവസ്ഥയാണ് രജീഷിനുണ്ടായത്. ക്ലോസ്ട്രിഡിയം പെർഫ്രിഞ്ചസ് എന്ന ബാക്ടീരിയ അണുബാധയ്ക്ക് കാരണമായി. മലിനജലത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണിത്. മീൻകുത്തിയുണ്ടായ മുറിവിലൂടെ അപകടകാരിയായ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചതാകാമെന്നാണ് നിഗമനം. രജീഷിനുണ്ടായത് അപൂർവ രോഗാവസ്ഥയാണെന്ന് ഡോക്ടർമാർ പറയുന്നു. 24 കണ്ണൂർ.